നിർണായകമാവുന്നത് ഇനി ഈ തിരച്ചിൽ സേനാംഗങ്ങളുടെ മടങ്ങിവരവിൽ അവർ നൽകുന്ന സന്ദേശമാണ്. മുമ്പ് പലവട്ടവും ഇത്തരം സാധ്യതകൾ സംശയമുണ്ടായിരുന്നു. ആദ്യം ഒരു വട്ടം ക്യാമറ മുന്നിലേക്ക് കടത്തുമ്പോൾ മുന്നിലുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിൽ മാലിന്യ കൂമ്പാരമുണ്ടായിരുന്നു. വീണ്ടും ക്യാമറ ഇറക്കി വീണ്ടും അവിടെ പരിശോധനകൾ നടത്തി. ഏറ്റവും ഒടുവിലാണ് ഇത്തരം സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് റോബോട്ടിക് ക്യാമറയുടെ സ്ക്രീൻ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും അവിടെ സർവ്വസജ്ജമായി ദൗത്യസംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ ദൗത്യ സേനാംഗങ്ങളെ മറ്റു ജില്ലകളിൽ നിന്നും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഫയർഫോഴ്സിന്റെ തീരുമാനമുണ്ട്. അത്തരം നീക്കങ്ങൾ ആലോചനകൾ നടക്കുകയാണ്. പലവട്ടമായ റിവ്യൂ മീറ്റിംഗുകൾ ചേർന്നുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാണാതായ ജോയ് എവിടെയെന്ന ചോദ്യമാണ്. അതിനാണ് നമുക്ക് ഉത്തരം തേടേണ്ടത്. ജോയ് എവിടെയാണ്? ജോയിയെ നമുക്ക് രക്ഷിച്ചെടുക്കാനാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യത്തിലുള്ളത് കാൽഭാഗമാണ്, അതായത് ഒരു ശരീരഭാഗത്തിൻ്റെ കാൽഭാഗമാണ് ഇതിൽ കണ്ടെത്തിയത് എന്ന സൂചനയാണുള്ളത്. അതിലേക്ക് തന്നെയാണിപ്പോൾ എത്തുന്നത്. ദൗത്യസംഘം എത്തുന്ന ആ വിലയിരുത്തലുകൾ അതാണ്. ശ്രദ്ധിക്കുക, ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടായെങ്കിൽ ഈ ദൗത്യത്തിൽ നിർണായകമായത് ഈ റോബോട്ടിക് ക്യാമറകൾ തന്നെ ആവും എന്ന സൂചനകൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. വിനോദ് തുടരുന്നുണ്ടെങ്കിൽ എന്താണ് സൂചനകൾ? പുതിയതായി എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? സൈത്ത്, ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ ഒരു സ്ഥിരീകരണവുമില്ല. അതൊരു സംശയം മാത്രമാണ്. ആ ഭാരമുള്ള വസ്തു ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഈ സ്കൂബ ടീമിൽ നിന്നുള്ള ആളുകളിൽ നിന്ന്, ആ ടീമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതുവരെ. അതായത് ഈ ദൃശ്യം പുറത്തു വരുന്നു, മനുഷ്യ ശരീരമാണെന്ന് സംശയമുണ്ട് എങ്കിൽ തന്നെയും അതിനടുത്ത് പോയുള്ള പരിശോധന തുടരുകയാണ്. ഇതുവരെയും ഒരു ഭാരമുള്ള വസ്തു അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യ ശരീരം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന ഒരു വിശദീകരണമാണ് ഈ സംഘത്തിലുള്ളവർ നൽകുന്നത്. പക്ഷേ ചില സംശയങ്ങൾ, പുറത്തു വന്ന ദൃശ്യങ്ങൾ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളാണ്. അത് പൂർണ്ണമായും ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ക്യാമറ പോയ സ്ഥലത്തേക്ക് സ്കൂബ ടീമിലെ ഒരു അംഗം പോവുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ഈ ദൃശ്യത്തിൽ കാണുന്ന വസ്തു അത് ചലിക്കുന്ന നിലയിലാണ്. ചെറിയ ഒഴുക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന് അനുസരിച്ചുള്ള ഒരു ചലനം ഈ കണ്ടെത്തിയ വസ്തുവിലും ഉണ്ട്. പക്ഷെ അതൊരു മനുഷ്യ ശരീരമല്ല എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതിൽ ഏതായിരുന്നാലും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം വേണം. അങ്ങനെ കണ്ടെത്തി അത് മനുഷ്യ ശരീരമാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഏതായിരുന്നാലും ഭാരമുള്ള ഒരു വസ്തു, അങ്ങനെ സംശയിക്കുന്ന ഒരു വസ്തു കണ്ടെത്തിയിട്ടില്ല എന്ന വിവരമാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ പരിശോധനയിൽ ഭാഗമാകുന്നുണ്ട്. രണ്ട് വശത്തു നിന്ന്, അതായത് ഈ ടണലിന്റെ രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. കൂടുതൽ മുങ്ങൽ വിദഗ്ധർ എത്തി ഇതിനുള്ളിൽ പരിശോധന നടത്തുന്നു. പല സ്ഥലങ്ങളിലും പല ആഴത്തിലാണ് ജലനിരപ്പുള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ നമ്മൾ കാണുന്ന ഭാഗത്ത് ഇവർ ഇറങ്ങി നിൽക്കുന്ന, അത് ഈ തമ്മാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വശമാണ്. അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഏതാണ്ട് മുട്ടളവിന് മുകളിൽ അല്ലെങ്കിൽ മുട്ടളവ് വെള്ളം എന്ന നിലയ്ക്കാണ് അവിടെ പല സ്ഥലത്തും ജലമുള്ളത്. പക്ഷേ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 5.5 അടിയോളം ഉയരത്തിൽ പല സ്ഥലത്തും വെള്ളമുണ്ട്. ഈ വെള്ളത്തിലാണ് അവർ നീന്തി മുന്നോട്ട് പോകുന്നത്. ഈ ടണലിനുള്ളിൽ ധാരാളം വെള്ളം ഉണ്ട്. പക്ഷേ പാറക്കെട്ടുകളുണ്ട്, ചില വളവുകൾ, ഈ ടണലിൽ തന്നെ ചില കർവുകളുണ്ട്. അവിടെയൊക്കെ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു നിൽക്കുന്നു. ഇനിയും ഏതാണ്ട് 60 മീറ്ററിലധികം ദൂരം പരിശോധിക്കേണ്ടതുണ്ട്. 60 മീറ്ററോളം ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല. ദൗത്യസംഘത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉള്ള ഒരു സാഹചര്യം തന്നെയാണ്, വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. ആ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു ദൃശ്യം പുറത്തു വരുമ്പോൾ അതിൽ ചില പ്രതീക്ഷകൾ വയ്ക്കുന്നു. അത് മനുഷ്യ ശരീരമാണോ കാലാണോ എന്ന തരത്തിലുള്ള ഒരു സംശയം ഉയർന്നു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇതുവരെയും അങ്ങനെ കണ്ടെത്താനായിട്ടില്ല എന്ന ഒരു കാര്യമാണ് ദൗത്യസംഘം നൽകുന്നത്.